നമസ്കാരം. ഡോക്ടർ എച്ച് ജയതിലകിനെതിരെ ആരോപണം ഉന്നയിച്ചതിന്റെ പേരിൽ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത IAS ഉദ്യോഗസ്ഥൻ എൻ പ്രശാന്തിന്റെ സസ്പെൻഷൻ നീട്ടി. 6 മാസത്തേക്ക് കൂടിയാണ് സസ്പെൻഷൻ നീട്ടിയിരിക്കുന്നത്. വകുപ്പ് തല അന്വേഷണം നടക്കുന്നതായി സംസ്ഥാനം അറിയിച്ചതിനെ തുടർന്ന് കേന്ദ്ര സർക്കാരാണ് സസ്പെൻഷൻ നീട്ടിയത്. 2024 നവംബർ 10-നാണ് പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്തത്. പിന്നീട് സസ്പെൻഷൻ പലതവണ നീട്ടിയിരുന്നു. ഇന്നലെയാണ് പ്രശാന്ത് സസ്പെൻഷനിലായിട്ട് 1 വർഷം തികഞ്ഞത്. ക്രിമിനൽ കുറ്റമോ അഴിമതി ആരോപണങ്ങളോ അല്ലാത്ത വിഷയങ്ങളിൽ സസ്പെൻഡ് കാലാവധി 1 വർഷത്തിലധികം നീളാൻ പാടില്ല എന്നാണ് അഖിലേന്ത്യാ സർവീസ് ചട്ടങ്ങൾ പറയുന്നത്. ചട്ടങ്ങളെ മറികടക്കാൻ പുതിയ അച്ചടക്ക നടപടി തുടങ്ങിയതായി കേന്ദ്ര സർക്കാരിന് അടിയന്തര രേഖയുണ്ടാക്കി അയച്ചു കൊടുത്താണ് ചീഫ് സെക്രട്ടറി അനുമതി വാങ്ങിയത്. 1 വർഷത്തിലധികം കഴിഞ്ഞ സസ്പെൻഷൻ കാലാവധി വീണ്ടും നീട്ടാൻ നിയമപരമായി കഴിയാത്തതിനാലാണ് പ്രശാന്തിനെതിരെ പുതിയ അച്ചടക്ക നടപടി തുടങ്ങിയതെന്നാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്തടിസ്ഥാനത്തിലാണ് പുതിയ അച്ചടക്ക നടപടി തുടങ്ങിയതെന്ന് പക്ഷേ സർക്കാർ ഉത്തരവിൽ പറയുന്നില്ല. 24/10/2025 പുതിയ നടപടികൾ കാണിച്ച് ചീഫ് സെക്രട്ടറി കേന്ദ്ര സർക്കാരിന് കത്തയച്ചത്. കേന്ദ്രത്തിൽ കേന്ദ്ര പേഴ്സണൽ കാര്യ വകുപ്പ് സെക്രട്ടറി ഡോക്ടർ രചന ഷാ ഡോക്ടർ ജയതിലകിന്റെ അതേ ബാച്ചിലെ കേരള കേഡർ ഉദ്യോഗസ്ഥയാണ്. ഡോക്ടർ രചന ഷാ അനുമതി നൽകിയതോടെ ചീഫ് സെക്രട്ടറി ഉത്തരവിറക്കിയായിരുന്നു. നിലവിലെ സസ്പെൻഷൻ കാലാവധി തീരുന്നതിന്റെ കൃത്യം 1 ദിവസം മുൻപാണ് ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലക് ഒപ്പിട്ട സസ്പെൻഷൻ നീട്ടിക്കൊണ്ടുള്ള ഉത്തരവിറക്കിയത്. 4/5/2026 വരെയാണ് സസ്പെൻഷൻ നീട്ടിയിരിക്കുന്നത്. നിലവിൽ ചീഫ് സെക്രട്ടറിയാണ് ജയതിലക്. മതാടിസ്ഥാനത്തിൽ IAS-കാരുടെ വാട്സാപ്പ് ഗ്രൂപ്പുകൾ രൂപീകരിച്ചതിന് വ്യവസായ ഡയറക്ടർ K. ഗോപാലകൃഷ്ണനെ സസ്പെൻഡ് ചെയ്തിരുന്നെങ്കിലും പിന്നീട് തിരിച്ചെടുത്തു. മുതിർന്ന IAS ഉദ്യോഗസ്ഥനെ അപമാനിക്കുക വഴി പ്രശാന്ത് ഭരണയന്ത്രത്തിന്റെ പ്രതിച്ഛായ തകർക്കാൻ ശ്രമിച്ചെന്നാണ് ചീഫ് സെക്രട്ടറി പുറത്തിറക്കിയ സസ്പെൻഷൻ ഉത്തരവിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഉന്നതി CEO ആയിരിക്കെ താൻ ഫയൽ മുക്കിയെന്ന ആരോപണത്തിന് പിന്നിൽ ജയതിലകണെന്ന് ആരോപിച്ച് പ്രശാന്ത് സാമൂഹ്യ മാധ്യമത്തിൽ നടത്തിയ രൂക്ഷ വിമർശനമാണ് സസ്പെൻഷൻ കാരണമായത്. അഴിമതി പുറത്തു കൊണ്ടുവരുന്ന വിസിൽ ബ്ലോവറുടെ റോളാണ് താൻ ഏറ്റെടുത്തിരിക്കുന്നതെന്നും സഹപ്രവർത്തകനെ വിമർശിക്കുന്നത് സർവീസ് ചട്ടലംഘനമല്ലെന്നും പ്രശാന്ത് ഫേസ്ബുക്കിൽ തന്നെ അവകാശപ്പെട്ടെങ്കിലും ചട്ടലംഘനം നടത്തിയെന്നാണ് ചീഫ് സെക്രട്ടറി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയത്. മുൻ മന്ത്രി J. മേഴ്സിക്കുട്ടിയമ്മയെ ഹൂ ഇസ് ദാറ്റ് എന്ന് ചോദിച്ച് ഫേസ്ബുക്കിൽ പരിഹസിക്കുകയും ചെയ്തു. മലയാളിയായ പ്രശാന്ത് 2007 ബാച്ച് ഉദ്യോഗസ്ഥനാണ്. അതേസമയം സസ്പെൻഷൻ വാർഷികത്തിൽ ചീഫ് സെക്രട്ടറിക്കെതിരെ ആരോപണങ്ങൾ അക്കമിട്ട് നിരത്തി പ്രശാന്ത് രംഗത്തെത്തിയിരുന്നു. ഫേസ്ബുക്കിലിട്ട പോസ്റ്റിലാണ് 9 ആരോപണങ്ങൾ എണ്ണി പറഞ്ഞിരിക്കുന്നത്. ഓരോ ആരോപണങ്ങൾക്കൊടുവിലും ഇപ്പോൾ ആരാണ് നടപടിയെടുക്കേണ്ടത്, നിലവിലെ ചീഫ് സെക്രട്ടറി ആരാണ്, നിലവിലെ ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലക് എന്നിങ്ങനെ പരിഹാസവും ആവർത്തിച്ചിട്ടുണ്ട്. 100% തെളിവുകളുള്ള ആരോപണങ്ങളുടെ ഒരു ചെറിയ ശേഖരം മാത്രമാണ് നൽകിയിരിക്കുന്നതെന്നും എല്ലാം രേഖാമൂലമുള്ള പ്രത്യേക പരാതികളാണെന്നും പോസ്റ്റിൽ പറയുന്നു. ഡോക്ടർ ജയതിലകിനെ സസ്പെൻഡ് ചെയ്യാനും അച്ചടക്ക നടപടി ആരംഭിക്കാനും ഏതൊരു ചീഫ് സെക്രട്ടറിക്കും മുകളിൽ നൽകിയിട്ടുള്ള വിവരങ്ങൾ ധാരാളമാണ്. ബ്യൂറോക്രസിയിലെ അധികാര ലോബി രാഷ്ട്രീയ അഴിമതിയുടെ പിന്തുണയോടെ എന്നെ കീഴ്പ്പെടുത്താനും നിശബ്ദനാക്കാനും ശ്രമിക്കുന്നത് തികച്ചും അതിമോഹമാണ്. ഒത്തുതീർപ്പാക്കാൻ ഓടി നടന്ന അഴിമതി പണത്തിന്റെ ചെറിയ അപ്പക്കഷ്ണങ്ങളും പോസ്റ്റിങ്ങുകളും ഇരുന്ന് നേടുന്ന സർവീസിലെ മറ്റു പലരെയും പോലെയാണ് താനും എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. കളി തുടങ്ങാനിരിക്കുന്നതേ ഉള്ളൂ. മുമ്പിലുള്ള മുഖംമൂടികൾ കുറെ അഴിഞ്ഞു വീണു. എല്ലാവരുടെയും നിലപാടും തനി നിറവും ഇപ്പോൾ വ്യക്തമാണ്. ചില രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും ക്യാമറയ്ക്ക് മുന്നിൽ പുരോഗമനവാദികളായി നടിക്കുന്നു. എന്നാൽ തെറ്റുകാർ അവരെക്കാൾ ശക്തരാണെങ്കിൽ കണ്ടില്ലെന്ന് നടിക്കുന്നു. ചിലർ സമത്വത്തെക്കുറിച്ചും ധാർമ്മികതയെക്കുറിച്ചും സംസാരിക്കുന്നു, പക്ഷേ സന്തോഷത്തോടെ കൈക്കൂലി വാങ്ങുന്നു. തനിക്ക് സന്തോഷകരവും അഭിമാനകരവുമായ സസ്പെൻഷൻ വാർഷികാശംസകൾ എന്ന പരാമർശത്തോടെയായിരുന്നു എൻ പ്രശാന്ത് കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് കുറിച്ചത്.